ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 2026 ഏറ്റവും ബെസ്റ്റ് എന്താണ് കരിയർ ഓപ്ഷൻ ആണ്, അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്കില്ലും ആണ്. AI ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ AI യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫീൽഡിൽ എങ്ങനെ നിൽക്കാം, അവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് വരിക. ഹായ് ഓൾ, വെൽക്കം ടു CC സൈബർ ക്യാമ്പസ്. എൻ്റെ പേര് അതുല്യ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ്. അപ്പോൾ എന്താണ് ആ ചോദ്യം എന്നുള്ളത് നോക്കാം. +2 എക്സാം കഴിഞ്ഞു അല്ലേ? +2 എക്സാം എല്ലാവരും എഴുതി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. CBSE ആണെങ്കിലും കേരള സിലബസ് ആണെങ്കിലും ഒക്കെ അല്ലേ? അപ്പം ഇനി അടുത്തത് എന്ന് പറയുന്ന സമയത്ത് ടെൻഷനാണ്. അതായത് എന്താ, +2 കഴിഞ്ഞിട്ട് ഇനി എന്താണ് ഞാൻ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്ട്രീമിലേക്ക് പോകണം. ഇപ്പോൾ +2 നമുക്ക് കൊമേഴ്സ് എടുത്തവരുണ്ടാവും, സയൻസ് എടുത്തവരുണ്ടാവും. ചിലർക്ക് വ്യക്തമായ പ്ലാനുകൾ ഉണ്ടാവും. അതായത് എനിക്ക് BTechന് പോകണം, അല്ലെങ്കിൽ എനിക്ക് മെഡിക്കലിന് പോകണം, ഞാൻ നീറ്റ് എഴുതാൻ പോകും, അങ്ങനെ പ്ലാനുകൾ ഉണ്ടാവും. അതല്ലാത്തവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ഞാൻ എന്തിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ നമുക്കിന്ന് അതിനൊരു വ്യക്തത വരുത്താം. ഓക്കെ, അപ്പോൾ +2 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് അല്ലേ? നമ്മൾ ചില സിനിമകളിലൊക്കെ കേൾക്കാറുണ്ട്, ഇത് നിന്റെ ടേണിംഗ് പോയിന്റ് ആണ്, ഇത് നിന്റെ ടേണിംഗ് പോയിന്റ് ആണെന്നുള്ളത് അല്ലേ? ശരിക്കും +2 എന്നുള്ളത് ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അതായത് ഈ +2 കഴിഞ്ഞ് നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നമ്മുടെ ഫ്യൂച്ചർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ +2 കഴിഞ്ഞ് എടുക്കുന്ന എന്താണോ അത് നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് വേണ്ടതാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ഫ്യൂച്ചർ മുഴുവൻ പോകുന്നത് നമ്മൾ ആ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ്. ഇപ്പം നമ്മൾ ഡിഗ്രി എടുത്തു, BCom എടുത്തു, പിന്നെ നമ്മുടെ കരിയർ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്താൽ, പിന്നെ നമ്മൾ വേറൊരു സ്ട്രീമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കംപ്ലീറ്റ് കഴിഞ്ഞ്, അതായത് നമ്മുടെ ഓരോ വർഷവും നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കരിയർ എന്ത് ചെയ്യാം, സെറ്റ് ആക്കി വെക്കാൻ പറ്റും. ഫുൾ ഒരു പ്ലാൻഡ് ആയിരിക്കണം നമ്മുടെ ഓരോ നീക്കവും. ഈ പറയുന്ന പോലെ നമുക്കറിയാം 2026 AI കാലമാണ്. അപ്പൊ നമ്മുടെ സ്കില്ല് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് വ്യക്തമായി ഫ്യൂച്ചറിസ്റ്റിക് ആവണം. അതായത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ ജോലിയിലേക്ക്, അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടാനാവുന്ന സമയത്ത് അങ്ങനെ ഒരു കരിയറേ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ അതിലൊരു ഫ്യൂച്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വീണ്ടും സ്റ്റക്ക് ആവും. ഓക്കെ, അപ്പൊ നമുക്ക് അതിനൊരു വ്യക്തത വരുത്താം. ഈ നമ്മളെല്ലാവരും ഡിഗ്രി, അതായത് +2 കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി എന്നുള്ള രീതിയിലായിരിക്കും പലരും ചിന്തിക്കുക. ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും BA അല്ലെങ്കിൽ BCom BBA ഇങ്ങനെ ഡിഗ്രിയിലേക്കായിരിക്കും എല്ലാവരും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഡിഗ്രി മോശമാണെന്ന് ഒരിക്കലും പറയില്ല, ഡിഗ്രി വേണം. ഇനിയുള്ള കാലത്താണെങ്കിലും നമുക്ക് എന്ത് വേണം, ഡിഗ്രി വേണം. പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്തും കൂടെ വേണം, ഒരു സ്കില്ല് കൂടെ വേണം. ഞാനൊരു എക്സാമ്പിൾ, ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയാം. അതായത് നമ്മൾ ഒരു കാട്ടിൽ എന്തുണ്ട്, കുറേ മൃഗങ്ങൾ ഉണ്ടാവുമല്ലോ, കുറേ ആനിമൽസ് ഉണ്ട്. അപ്പോൾ ഈ ആനിമൽസിൽ ഒരു കോമ്പറ്റീഷൻ നടത്തുകയാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആനിമലിനെ കണ്ടെത്താനുള്ള ഒരു ടെസ്റ്റ് നടത്തുകയാണ്. അപ്പൊ അങ്ങനെ നടത്തുന്ന സമയത്ത് അവിടെ ആനയുണ്ട്, ജിറാഫ് ഉണ്ട്, അങ്ങനെ എല്ലാ ആനിമൽസും ഉണ്ട്. പക്ഷേ ടെസ്റ്റ് നടത്തുന്നത് എന്താണ്, മരത്തിൽ കയറിയിട്ട് ഓരോ മരത്തിലും കയറിയിട്ട് ഫസ്റ്റ് ആയിട്ട് എത്തുന്ന ആരാണോ അവർ വിജയിക്കും എന്നുള്ളത്. ആരായിരിക്കും വിജയിക്കുക? ഓട്ടോമാറ്റിക്കലി അവിടെ മങ്കി ഉണ്ട്, മങ്കി ആയിരിക്കും വിജയിക്കുക. പക്ഷെ ഏറ്റവും ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മങ്കിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതായത് അവിടെ ചോദിച്ച സ്കില്ല്, അല്ലെങ്കിൽ അവിടെ ഫോക്കസ് ചെയ്യുന്ന സ്കില്ല് എന്ന് പറയുന്നത് ആ ഒരു മരത്തിൽ കയറാൻ പറ്റുന്നതാണ്. എന്ന് കരുതി മറ്റുള്ളവർ മോശമാണെന്നാണോ? അല്ല, അവർക്ക് പറ്റുന്ന സ്കില്ലില് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സക്സസ് ആവാൻ പറ്റും എന്നുള്ള. അപ്പൊ നമുക്ക് സ്യൂട്ട് ആയിട്ടുള്ള സ്കില്ല് നമ്മൾ തിരഞ്ഞെടുത്ത് ആ സ്കിൽ ബേസ്ഡ് ആയിട്ട് വേണം നമ്മൾ സഞ്ചരിക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് +2 കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്കിൽസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് 2026 എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, അവിടെ AI കാലഘട്ടമാണ് അല്ലെ? അപ്പൊ AIയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് സ്കിൽസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളൊരു ഡിഗ്രി എടുത്തിട്ടാണ് പോണതെങ്കിലും അവിടെ നിങ്ങൾക്ക് എന്ത് വരും, ഉപകാരപ്രദമാവും. കാരണം നിങ്ങൾക്കൊരു ഫ്രീലാൻസ് വർക്ക് എടുക്കാനായിക്കോട്ടെ, നിങ്ങളുടെ കരിയറിലേക്ക് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സ്കിൽസ് ആണ്. ഇത് ലേൺ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിലേക്ക് എന്തുണ്ട്, നമുക്കൊരു ഹോപ്പ് ഉണ്ട്. അതായത് ഇത് ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് ഈ ഒരു സംഭവത്തിൽ സക്സസ് ആവാൻ പറ്റും എന്നുള്ള ഒരു ഹോപ്പ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിസിനസ്
എല്ലാവർക്കും ബിസിനസ് ഉണ്ടാവും. ബിസിനസ്സുകൾ ഗ്രോ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് വളർത്തണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാവരും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ത്രൂ ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ടൈമും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഫോണിലാണ് അല്ലെ. അപ്പോൾ ഒരു ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബിസിനസിനെ മാർക്കറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അതിപ്പം ഒരു ബിസിനസ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് 2026 ഏറ്റവും ബെസ്റ്റ് കരിയർ ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്കില്ലും ആണ്. ഏതൊരാളും അറിഞ്ഞിരിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്പനീനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതല്ല, ഈ എന്താണ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഒരു ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫ്രീലാൻസ് വർക്കുകൾ എടുക്കാം. നമുക്ക് ഇപ്പൊ പാരന്റ്സിനൊക്കെ ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഗ്രോ ചെയ്യാം. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പൊ പലർക്കും സൈഡിൽ കൂടെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാരായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ ബിസിനസ് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് വെബ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. അതായത് വെബ്സൈറ്റ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫാക്ടറാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെയും ഒരുപാട് AI വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ് AI വന്നു. AI വരുന്ന സമയത്ത് ഡിസൈനിങ്ങിന്റെ ഡെവലപ്മെന്റിന്റെ ഒക്കെ വർക്ക് പോകുന്നുള്ളത് പല സ്ഥലങ്ങളിൽ, അതായത് സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ള ഒരുപാട് മാറ്റങ്ങൾ AI വന്നതോടുകൂടി സംഭവിക്കുന്നുള്ളത് നമ്മൾ കേൾക്കുന്നതാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഈ AI വന്നു കഴിയുമ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ നമുക്ക് വെബ് ഡെവലപ്മെന്റ് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. പക്ഷേ നമ്മൾ അപ്പൊ എന്ത് ചിന്തിക്കണം? AI ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ AI യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫീൽഡിൽ എങ്ങനെ നിൽക്കാം, അവിടെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് വരിക. AI ഉപയോഗിക്കാൻ അറിയുന്ന, AI യൂസ് ചെയ്ത് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ അറിയുന്നത് ആര് എന്നുള്ള സ്ഥലത്ത് നമുക്ക് ആ സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വരും? നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് കരിയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കരിയർ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നതാണ് AI ഓട്ടോമേഷൻ ടൂൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ AI എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും ഇപ്പം എല്ലായിടത്തിലും AI ആണ് അല്ലെ. നമ്മൾ എന്ത് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിനേക്കാളും കൂടുതൽ ChatGPT ചോദിക്കും. നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ChatGPT, പെർപ്ലക്സിറ്റി, ക്ലോഡ് AI ഇതുപോലത്തെ ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യും. വീഡിയോ ഉണ്ടാക്കാൻ നമ്മൾ ടൂൾ യൂസ് ചെയ്യും, ഇമേജുകൾ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ടൂൾ യൂസ് ചെയ്യും. പക്ഷേ ഈ ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കണം, എന്ത് പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് വരും, ഏതൊക്കെ ടൂളുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടൂളുകൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, ഇങ്ങനെ AI ഓട്ടോമേഷൻ കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, AI ഓട്ടോമേഷനും അതിന്റെ ടൂളും കൂടെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ആ ഒരു കരിയറിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ പറയുന്ന കരിയർ മാത്രമല്ല, നമ്മുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മളിപ്പോൾ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ജോലി കിട്ടുമോ? ഒരിക്കലും ഇല്ല. എല്ലാ ഡിഗ്രിക്കാർക്കും ജോലി കിട്ടുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ അവിടെ നമുക്ക് നോക്കുന്നത് എന്താണ്? നിങ്ങൾ എത്രത്തോളം സ്കിൽഡ് ആണ് എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ്. അപ്പൊ പുതിയ പുതിയ ടെക്നോളജീസിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് എപ്പോഴും എന്തുണ്ടാവും? ഒരു പ്രയോറിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ AI ടൂളും അതുപോലെ തന്നെ ഓട്ടോമേഷൻ ടൂളുകൾ നമ്മൾ അറിഞ്ഞിരിക്കാം. പിന്നെ വരുന്ന വീഡിയോ എഡിറ്റിങ്ങും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷനും. കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കാറുണ്ട്, ഫേസ്ബുക്ക് നോക്കാറുണ്ട് അല്ലെ. ഇവിടെ എല്ലാം നമ്മൾ ഒരുപാട് വീഡിയോസും കാണാറുണ്ട്, പ്രൊമോഷൻ ആക്ടിവിറ്റീസ് കാണാറുണ്ട്, ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോ കാണാറുണ്ട്. ഇതെല്ലാം നമ്മളിലേക്ക് എത്തുന്നുണ്ട് അല്ലെ. അതേപോലെ ഓരോ കണ്ടന്റ്, വെറൈറ്റീസ് ഓഫ് കണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊരു ഫ്രീലാൻസ് വർക്കായിട്ട് എടുത്തൂടെ? നന്നായി എഴുതുന്നു, നന്നായി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് AI ടൂളുകൾ യൂസ് ചെയ്യാം. പക്ഷെ അത് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് നന്നായി കണ്ടന്റ് എഴുതുന്ന ആൾക്കാർക്ക് എപ്പോഴും അവിടെ വാല്യൂ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു സൈഡ് ഇൻകം ആയിട്ട് എടുക്കാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. അപ്പൊ അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള ടെക്നോളജീസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വീഡിയോ എഡിറ്റിങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ എഡിറ്റിങ്ങിലും ഒരുപാട് AI ഇംപ്രവൈസേഷൻ വന്നിട്ടുണ്ട്. ഒരു വീഡിയോ എടുക്കുന്നതിലും AI കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുന്നുണ്ട് അല്ലെ. ഈ AI കൊണ്ട് എങ്ങനെ വീഡിയോ ജനറേറ്റ് ചെയ്യിപ്പിക്കും? നമ്മൾ കറക്റ്റ് ആയിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് എല്ലാവർക്കും വീഡിയോ ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? നമ്മളൊന്ന് നോക്കി കഴിഞ്ഞാൽ പറ്റുമോ? പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ്, കറക്റ്റ് ആയിട്ടുള്ള വേല് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. പക്ഷെ ആ ഒരു സംഭവം പ്രോംപ്റ്റിംഗ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ബേസിക് നോളജ് ആണ്, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ്.
ഇതെല്ലാം നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ്, അതായത് നമ്മൾ ഈ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മൾ കമ്പനികൾ കോർപ്പറേറ്റ്സിലൊക്കെ നമുക്ക് പോയി ക്ലാസ് എടുക്കാം. ചിലർ നന്നായി സംസാരിക്കുന്നവരുണ്ടാവും. അവിടെ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരുടെ മുന്നിൽ പോയി നിന്നിട്ട് പ്രസന്റ് ചെയ്യാനും ക്ലാസ്സസ് അവതരിപ്പിക്കാനും കൗൺസിലിംഗ് പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ അവിടെ നമുക്ക് എന്ത് വേണം? നമ്മൾ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യേണ്ടി വരും, നമ്മൾ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. ആ പേഴ്സണൽ ബ്രാൻഡിങ് നിങ്ങൾക്ക് ആ സ്കില്ലാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ചും കൂടെ ഇംപ്രവൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ബെസ്റ്റ് സ്കില്ല് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ്, കണ്ടന്റ് ക്രിയേഷൻ, ഇതെല്ലാം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്കില്ല് തന്നെയാണ്. +2 കഴിഞ്ഞ് ഇനിയിപ്പോൾ വരുന്നത് വെക്കേഷൻസ് ആണ്. 2 മാസം വെക്കേഷൻ ആണ്. ആ 2 മാസത്തെ വെക്കേഷൻ എന്ന് പറയുന്നത് വെറുതെ വേസ്റ്റ് ആക്കി കളയാതെ എന്തെങ്കിലും സ്കില്ല് നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം +2ന്റെ വെക്കേഷൻ കഴിഞ്ഞു, ഞാൻ എന്തെങ്കിലും കോഴ്സ് പഠിച്ചു, ഡിഗ്രി കഴിയുമ്പോഴത്തേക്ക് ഈ കോഴ്സ് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല, അല്ലെങ്കിൽ ഈ കോഴ്സിന്റെ ലേറ്റസ്റ്റ് വേർഷൻ വരും. പക്ഷെ നമ്മൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു കോഴ്സ് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ വെക്കേഷനിൽ പഠിച്ചു, ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഫ്രീലാൻസ് വർക്ക് എടുത്തിട്ടാണെങ്കിലും ആ ഒരു കോഴ്സ് നമ്മൾ ലീവ് ചെയ്യരുത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. ഇനി അതല്ല നിങ്ങൾ വേറെ ആണെങ്കിലും നിങ്ങൾക്ക് അതിൽ ഫ്രീലാൻസ് വർക്കുകൾ ചെയ്യാൻ പറ്റും. അതായത് ചെറിയ ചെറിയ ബിസിനസ്സിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഒരു ഇൻകം ആയിട്ട് എടുക്കാം. ഓക്കെ, അതായത് നമ്മൾ ഓരോ സ്കില്ല് സ്കില്ല് നമ്മൾ ലേൺ ചെയ്യണമെന്ന് പറയുന്നത് എന്തിനാ? അത് നമ്മുടെ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ +2 കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇനി എന്തെന്നുള്ളതിലേക്ക് പോകുന്നതിന്റെ കൂടെ നമ്മൾ കുറച്ച് സ്കില്ലും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുക? ലേൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് എന്നും ഇൻ ഫ്യൂച്ചറിലേക്ക് നമുക്ക് വേണ്ടത് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രമാണ്. അതല്ലാതെ ഒരുപാട് ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല എവിടെയും ആരെയും ജോലിക്ക് എടുക്കുന്നത്. അപ്പം +2 കഴിഞ്ഞ് നല്ല റിസൾട്ട് ആയിരിക്കട്ടെ നിങ്ങൾക്ക് വരുന്നത്. ഒപ്പം തന്നെ നല്ല സ്കില്ലിലേക്ക് നിങ്ങൾ എത്താൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. താങ്ക്